പുതിയ റെസിപ്പി ആയിട്ട് ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ചിക്കൻ 65. നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ ഇഷ്ടമുള്ളവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു കാര്യമായിരിക്കും ചിക്കൻ 65. നല്ല രസമാണ് ഇങ്ങനെ പറക്കി കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ചിക്കൻ 65 റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ബോൺലെസ് ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആവശ്യമുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പില വേണം. കറിവേപ്പില ഞാനിവിടെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചിക്കൻ്റെ മാരിനേഷന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് നമുക്ക് ചിക്കൻ പീസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ പൊടിയായിട്ട് അരിഞ്ഞ കറിവേപ്പിലയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനുമ്പോൾ നന്നായിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് നന്നായിട്ട് ചിക്കനുമ്പോൾ എല്ലാ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. നമ്മൾ ഇതിനകത്തോട്ട് അരിപ്പൊടി അവസാനമാണ് ചേർക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒന്നും കൂടി ഒന്ന് അരിപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അരിപ്പൊടി അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. 2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആ മസാലയൊക്കെ ചിക്കനുമ്പോൾ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. കുറച്ച് ഒട്ടും സമയമില്ലെങ്കിൽ മാത്രം ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം ഞാനൊരു 1/2 മണിക്കൂർ എടുത്ത് വെക്കാൻ പോവാണ്. ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വറുത്തെടുക്കും. അപ്പോൾ നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ എടുത്ത് വെക്കുക കേട്ടോ. 1-2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു. 1/2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിനകത്തോട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതോട് കൂടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അരിപ്പൊടി കൂടി കൂട്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ കോട്ടിങ് കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പകുതി ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ചിക്കനും ഞാനൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വറക്കാനിട്ട് ആദ്യത്തെ സെറ്റ് ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ചിക്കൻ നമ്മൾ കോരി മാറ്റി. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് രണ്ടാമത്തെ സെറ്റ്.
അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സെറ്റ് ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം ഞാനിവിടെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല ക്രിസ്പിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് ഭംഗി കൂട്ടാനും കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ട് നമുക്കിത് ഈ 3 കാര്യങ്ങൾ കൂടെ ഒന്ന് ഇതിനകത്തോട്ട് വറുത്തിടണം. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് നീളത്തിൽ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. അപ്പോൾ ഇതും കൂടെ ഒന്ന് വറുത്തിട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്താൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും, കുറച്ചും കൂടി അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് ഇതിന് മുകളിലോട്ട് ഇടാം. അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല, ഇതിട്ടാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റോ, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് വറുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത് വെച്ചതിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിലും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാണ്. വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് വറുത്ത് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ഞാൻ മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ ചിക്കൻ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ കുറച്ചും കൂടി ഒരു ഫ്ലേവർ നമ്മുടെ ചിക്കന് കിട്ടും. അപ്പോൾ നമ്മൾ മുഴുവൻ വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇതിനകത്തോട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ കണ്ടില്ലേ, നമുക്ക് വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ചിക്കൻ 65. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.